നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ട് ഹണി റോസ് എത്തി രാഹുൽ ഈശ്വറിനെതിരെ ഇന്നലെ പരാതി കൊടുത്തു. സമൂഹമാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച നടി ഉടൻ തന്നെ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിക്ക് സമാനമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയും. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് ഇരട്ട നീതി നടപ്പാക്കലാകും. സമൂഹമാധ്യമങ്ങളിൽ നടിക്കെതിരെ അശ്ലീല കമന്റുകളിട്ട കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഹണി റോസ് കുറച്ചുകൂടി മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് തനിക്ക് അഭിപ്രായമുണ്ട് എന്ന് വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു രാഹുൽ ഈശ്വർ. അതിനപ്പുറം നടിയെ അധിക്ഷേപിക്കുന്ന മറ്റൊരു പരാമർശവും രാഹുൽ ഈശ്വർ നടത്തിയിട്ടില്ല. താൻ പറഞ്ഞ വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് ഇന്നലെ ചാനൽ ചർച്ചകളിലും ഉറപ്പിച്ചു പറഞ്ഞു രാഹുൽ ഈശ്വർ. ഹണി റോസിന്റെ പുതിയ പരാതിയെ നിയമപരമായി നേരിടുമെന്നും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. ഗാന്ധിജിയും മദർ തെരേസയും വിമർശിക്കപ്പെടുന്ന നാട്ടിൽ എന്തുകൊണ്ട് ഹണി റോസിനെ മാത്രം വിമർശിക്കരുത് എന്ന് പറയുന്നു. ഹണി റോസിന്റെയും അമല പോളിന്റെയും ഒക്കെ വസ്ത്രധാരണ രീതിയെ താൻ വിമർശിച്ചിട്ടുണ്ട് എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നു. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ജയിൽവാസമാണെങ്കിൽ അതിനും തയ്യാറെന്ന് രാഹുൽ ഈശ്വർ വെല്ലുവിളിക്കുമ്പോൾ പോലീസ് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ കത്തിയാളുന്ന വികാരപ്രകടനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭരണകൂടത്തെയും പോലീസിനെയും വിറപ്പിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾക്കെതിരെ, അശ്ലീല പരാമർശങ്ങൾക്കെതിരെ ഹണി റോസ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അതിനൊപ്പം നിന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാൽ ആദ്യ യുദ്ധം ജയിച്ച ഹണി റോസ് പിന്നീട് തുടരെ വെല്ലുവിളിക്കുന്ന കാഴ്ച കേരളത്തെ അലോസരപ്പെടുത്തി. നടി ഹണി റോസിനെ താൻ ലൈംഗികമായി അധിക്ഷേപിച്ച ഒരു വാക്കെങ്കിലും കാണിച്ചു തന്നാൽ വിചാരണ കൂടാതെ ജയിലിലേക്ക് പോകാം എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നു. ഒരാൾ ഇടുന്ന വസ്ത്രത്തെ വിമർശിക്കരുത് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിവിൻ പോളിക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും വ്യാജ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആരുമില്ല. താൻ ബോബി ചെമ്മണ്ണൂരിനെയും വിമർശിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റാണ്. അയാൾ ജയിലിൽ അടയ്ക്കപ്പെടരുതായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച ഹണി റോസിന് കേരളം പിന്തുണ നൽകുമ്പോഴും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഹണി റോസിന്റെ നീക്കങ്ങൾക്ക് അത്ര കണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നില്ല കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലെ സാധാരണ ജനങ്ങൾ. അവർ തങ്ങളുടെ കൃത്യമായ വിമർശനങ്ങൾ തുടരുകയാണ്. ഈ വിമർശനങ്ങളുടെ പേരിൽ കേസെടുക്കാൻ പോലീസ് മിനക്കെടുകയാണെങ്കിൽ ഒരുപക്ഷെ ലക്ഷങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത. തനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചു, അധിക്ഷേപങ്ങൾക്ക് തുടക്കമിട്ടത് രാഹുൽ ഈശ്വറാണ് തുടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഹണി റോസ് ഇന്നലെ തൊടുത്തത്. എന്നാൽ ഇതേ രാഹുൽ ഈശ്വറിനെതിരെ ഏറ്റവും മ്ലേച്ഛമായ ആരോപണങ്ങളല്ലേ ഇക്കഴിഞ്ഞ ദിവസം ഹണി റോസ് ഉയർത്തിയത്? രാഹുൽ ഈശ്വറിനെ ക്ഷേത്രത്തിൽ പൂജാരിയാക്കാതിരുന്നത് നന്നായി എന്ന് പറയാൻ ഹണി റോസിന് എന്തവകാശം? രാഹുൽ ഈശ്വർ ജാനുവിന്റെ കുടുംബവും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. ഇങ്ങനെ വിവരിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം ഹണി റോസ് സമൂഹമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമാണ് രാഹുൽ ഈശ്വറിന്റെ ശ്രമം. സൈബർ ഇടത്തിലൂടെ സംഘടിതമായ ഒരു ആക്രമണത്തിന് രാഹുൽ ഈശ്വർ ആസൂത്രണം ചെയ്തു. വസ്ത്ര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുവെന്ന് വ്യക്തമാക്കി രാഹുലിനെതിരെ നിയമ നടപടിക്ക് താൻ മുതിരുന്നുവെന്നാണ് ഹണി റോസ് പറഞ്ഞത്. രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല തുടങ്ങിയ പ്രയോഗങ്ങളും ഹണി റോസ് നടത്തിയിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന 19ാം അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷനുകളുമുണ്ട്. ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ബാധകമാക്കണം എന്നല്ലേ താൻ പറഞ്ഞത്? ഹണി റോസിനെ ഞാൻ മോശമായി പറയുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാമെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്നലെ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ മുഴങ്ങിക്കേട്ടത്. ന്യൂസ് 18 ചാനലിൽ പായിച്ചർ നവാസ് എന്ന പൊതുപ്രവർത്തകൻ രൂക്ഷമായി തിരിച്ചടിച്ചു. ഹണി റോസിന്റെ ശരീരം വിൽക്കാനുള്ള PR വർക്കാണ് ഇവിടെ നടക്കുന്നത് എന്ന് പായിച്ചർ നവാസ് ന്യൂസ് 18 ചാനലിലെ ചാനൽ ചർച്ചയ്ക്കിടയിൽ പച്ചയ്ക്ക് പറഞ്ഞു. ചാനൽ അവതാരകനായ മഞ്ജുഷന് നേർക്ക് കൈചൂണ്ടി പായിച്ചർ നവാസ് ചോദിച്ചു, മഞ്ജുഷിന്റെ ഭാര്യയും മക്കളുമൊക്കെ ഹണി റോസിന്റെ ഈ വസ്ത്രധാരണ രീതിയെ അനുകൂലിക്കുന്നുണ്ടോ? ഈ നടക്കുന്നത് ഹണി റോസിന്റെ PR വർക്കാണ്. ഹണി റോസിന്റെ ശരീരം വിൽക്കാനുള്ള, ശരീരം മാർക്കറ്റിനുള്ള PR വർക്കാണ്. ഹണി റോസിന്റെ അടുത്ത നടത്തുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ് ഒരു കാരണവശാലും
ചെയ്യുന്ന ചെമ്മണ്ണൂരിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഈ ഹണി റോസിനെ അപമാനിച്ച കാര്യമൊന്നും മാതൃകാപരമായുള്ള, ഞാൻ അപമാനിച്ചു എന്ന് പറയുന്നതെങ്കിൽ അപമാനിച്ചു എന്ന് പറയൂ, കുഴപ്പമില്ല. മാതൃകാപരമായുള്ള വസ്ത്രം മഞ്ജുഷിന്റെ ഭാര്യയും മക്കളും ഒരുപക്ഷെ ഹണി റോസിന്റെ വസ്ത്രത്തെ അംഗീകരിക്കാം. പക്ഷെ അതുപോലെ എല്ലാവരും അംഗീകരിക്കില്ല. വിമർശനം ഉണ്ടാകും. പക്ഷേ അത് അധിക്ഷേപമാകരുത്. ഇന്നലെ ചാനൽ ചർച്ചകളിൽ കട്ടയ്ക്ക് പ്രതികരിച്ചതോടെ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പുതിയ പരാതി കൂടി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ സ്വദേശി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെതിരെ നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ ഒരു വശത്ത്, മറുവശത്ത് ഇന്ന് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നു. രാഹുൽ ഈശ്വറിനെതിരെ ഇന്നലെ പരാതി കൊടുത്ത ഹണി റോസ് രാഹുലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പകർപ്പുകളും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. ബോബി ചെമ്മണ്ണൂർ നടത്തിയ എല്ലാ അശ്ലീല പരാമർശങ്ങളും ശേഖരിക്കുമെന്നും ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ ഹാജരാകുമെന്നും പോലീസ് അറിയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി സെൻട്രൽ സ്റ്റേഷനിലെത്തിയത്. റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിനെ ഏതു വിധേനയും പൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ചൊവ്വാഴ്ച ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. സമൂഹ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ച ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ എല്ലാ വീഡിയോകളും ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇപ്പോൾ ദ്വയാർത്ഥത്തിലുള്ള സംസാരം മാത്രമല്ല, തുറിച്ചുനോട്ടവും സ്ത്രീയെ പിന്തുടരുന്നതുമൊക്കെ കൃത്യമായി നിയമവഴികളിലൂടെ ചോദ്യം ചെയ്യാൻ കഴിയും. പ്രതികളെ അറസ്റ്റിലാക്കാനും കഴിയും. ദ്വയാർത്ഥ പ്രയോഗത്തിന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ലഭിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും പാഠമാക്കണമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി നിലവിൽ വന്ന BNS-ൽ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിശാലമായ നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. ലൈംഗിക ചുവയുള്ള സംസാരം, സ്ത്രീകളെ പിന്തുടരുന്നത്, തുറിച്ചുനോട്ടം എല്ലാം കുറ്റകരമാണ്. ഇതിനൊക്കെ പ്രത്യേകം വകുപ്പുകൾ BNS-ലുണ്ട്. എന്തിനേറെ സ്ത്രീ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് നോക്കുന്നത് വരെ കുറ്റകരമാണ്. BNS വകുപ്പ് 74 മുതൽ 79 വരെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ വിശദീകരിക്കുന്നത്. എല്ലാം ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളുമാണ്. 74-ാം വകുപ്പ് സ്ത്രീയുടെ അന്തസ്സിന് ക്ഷതമേൽപ്പിക്കുക, 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 75-ാം വകുപ്പ് ലൈംഗിക ചുവയോടെയുള്ള സംസാരമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഇതിന്റെ പരിധിയിൽപ്പെടുന്നു. 3 വർഷം വരെയുള്ള തടവും പിഴയും. 76-ാം വകുപ്പിൽ വസ്ത്രം നീക്കാനുള്ള ശ്രമങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 7 വർഷം വരെ തടവ്. 77-ാം വകുപ്പിൽ സ്ത്രീയുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുക്കുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ, ഇതിനും 7 വർഷം വരെ തടവുണ്ട്. 78-ാം വകുപ്പ് സ്ത്രീയെ പിന്തുടരുക, തുറിച്ചു നോക്കുക, ഇമെയിൽ അടക്കം പരിശോധിക്കുന്നത് നിരീക്ഷിക്കുക, 5 വർഷം വരെയുള്ള തടവ് ഇവിടെ പ്രതിയെ കാത്തിരിക്കുന്നു. 79-ാം വകുപ്പിൽ സ്ത്രീയെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ വാക്കുകൾ ഉപയോഗിക്കുക, 3 വർഷം വരെ തടവ്. എന്നാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ കോടതിയിൽ തെളിയിക്കുക വലിയ വെല്ലുവിളി. ദ്വയാർത്ഥ പ്രയോഗത്തിന് പിന്നിൽ ലൈംഗിക അതിക്രമം നടത്തുകയെന്ന ലക്ഷ്യം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് പ്രോസിക്യൂഷന്. ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതിന്റെ പേരിൽ ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യാൻ കഴിയും. അതുതന്നെയാണ് ഈ വകുപ്പിലുള്ള ഏറ്റവും വലിയ അപകടം. രാഹുൽ ഈശ്വറിനെതിരെ ഇത്തരം വകുപ്പുകൾ പോലീസ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. മറുവശത്ത് ഇപ്പോഴും കട്ടയ്ക്ക് വെല്ലുവിളിച്ച് രാഹുൽ ഈശ്വർ നിൽക്കുന്നു. ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അനുവദിക്കുമ്പോഴും വിമർശനങ്ങൾക്കെതിരെയുള്ള ഇത്തരം പരാതികളെ പൂർണ്ണമായി കണ്ണടച്ച് നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത്. ഇന്നലെ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പോസ്റ്റ് ചെയ്ത ആ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വരുന്ന കമൻറ്റുകൾ, അത് മാത്രമൊന്ന് കണ്ണോടിച്ചാൽ എത്രമാത്രം സമ്മിശ്ര വികാരമാണ് ഹണി റോസിന്റെ ആ കുറിപ്പിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹണി റോസ് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ട ആ കുറിപ്പിന് താഴെ ഏകദേശം 1500ഓളം കമന്റുകൾ. ആ കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും രാഹുൽ ഈശ്വറിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. ഹണി റോസ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുന്നുവെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് മലയാളത്തിലെ തന്നെ ഒരു സിനിമാ നടിയാണ്. ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ആദ്യം ഹണിക്കെതിരെ വിമർശനങ്ങൾ തൊടുത്തത്. അതേ വാദമാണ് മിക്കവരും സമൂഹ മാധ്യമ കുറിപ്പിന് താഴെയുള്ള കമന്റ് ബോക്സിൽ നിറച്ചിരിക്കുന്നത്. ചേച്ചി ഇങ്ങനെ എല്ലാവരെയും വെല്ലുവിളിച്ചും കേസ് നടത്തിയും എവിടെ വരെ പോകും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ആളുകളൊക്കെയാണ് ചേച്ചിയെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും കാണാൻ വരുന്നതും സിനിമയ്ക്ക് വരുന്നവരും.
സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പരിഹാസങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും അടിസ്ഥാനമൊന്നു മാത്രം ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.